Friends, welcome to 5th semester. In this semester, you have to study 2 specialization papers. Since you are BCom Finance class, you have to study 2 papers from finance stream. One among them is Fundamentals of Investment. The name of the paper, you please note down, it is Fundamentals of Investments. This paper is divided into 5 modules. Module 1, the investment environment. Module 2, fixed income securities. Module 3, approaches to security analysis. Module 4, portfolio analysis, and Module 5, investor protection. So there are 5 modules, and for the examination, according to this syllabus, theory and problem may be in the ratio 50% and 50% respectively. So we can expect half of the questions from the theory portion and half will be from problem. Basically we can say almost 50% of the question paper you can see theory, but sometimes it may vary, but there are chances of theory and problem in this paper. Let us start the first module. Module 1, the investment environment. So we have to study what is investment. Investment is an activity that is engaged in by people who have savings. സേവിങ്സ് അല്ലെങ്കിൽ സർപ്ലസ് മണി കയ്യിലുള്ള ആൾക്കാർ ഏർപ്പെടുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, if one person has some money and he has given this excess money to another person, he may consider his loan as an investment. അതായത് കയ്യിൽ അധികം ക്യാഷ് ഉള്ള ഒരാൾ ആ അധികമുള്ള ക്യാഷ് മറ്റൊരാൾക്ക് ലോണായി നൽകുന്നു. അങ്ങനെ ലോൺ നൽകുന്ന ആൾ അയാൾ ചെയ്ത പ്രവൃത്തിയെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഹി എക്സ്പെക്ട്സ് ടു ഗെറ്റ് ബാക്ക് ദ മണി അലോങ് വിത്ത് ഇൻട്രസ്റ്റ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. അങ്ങനെ ഒരാൾ മറ്റൊരാൾക്ക് കടം നൽകുമ്പോൾ അയാൾ പ്രതീക്ഷിക്കുന്നത് ഫ്യൂച്ചർ ഡേറ്റിൽ കടം വാങ്ങിയ ആൾ ആ മണി തിരിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ അധികമായിട്ടുള്ള ഒരു എമൗണ്ട് ഇൻട്രസ്റ്റായി നൽകും എന്ന് കരുതുന്നു. അതിനാലാണ് കടം നൽകിയ ആൾ ഈ പ്രവൃത്തി ഒരു ഇൻവെസ്റ്റ്മെൻ്റായി കണക്കാക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ഒരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞത്. ക്യാഷ് ലോണായി നൽകുന്നു. Another person may have purchased some quantity of gold for the purpose of price appreciation and may consider it as an investment. ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റിക്ക് മറ്റൊരു ഉദാഹരണമാണ് ഒരാൾ അയാളുടെ കയ്യിലുള്ള ക്യാഷ് കൊണ്ട് കുറച്ച് ഗോൾഡ് പർച്ചേസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ആ ഗോൾഡിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ടൊരു ഇൻകം അവിടെ ലഭിക്കും. സോ ഈ പ്രവൃത്തിയെ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കും. ഇൻ ഓൾ ദീസ് കേസസ് ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവോൾവ്സ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് വിത്ത് ദ മെയിൻ എയിം ഓഫ് അച്ചീവിങ് അഡീഷണൽ ഇൻകം. ഈ ഉദാഹരണങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? അവിടെ നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ ആൾക്കാരുടെ കയ്യിലുള്ള അധികമുള്ള ഫണ്ട് അല്ലെങ്കിൽ ക്യാഷ് അവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്.
എന്തുദ്ദേശത്തോടു കൂടിയാണ്? ഒരു അഡീഷണൽ ഇൻകം, ഒരു അധിക വരുമാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കയ്യിലുള്ള ക്യാഷ് ഉപയോഗിക്കുന്നു. അപ്പോൾ അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞ ഉദാഹരണങ്ങളിൽ അധിക വരുമാനം, ആദ്യത്തെ ഉദാഹരണത്തിൽ ഇൻട്രസ്റ്റിൻ്റെ രൂപത്തിലാണ് ലഭിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ ഉദാഹരണത്തിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ്റെ രൂപത്തിലാണ്. അതായത് ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഒരു അസറ്റ് നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി കൂടിയ വിലയ്ക്ക് വിൽക്കുമ്പോൾ അവിടെ ആ വിലയിലുണ്ടാകുന്ന വ്യത്യാസത്തിനാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ അധിക വരുമാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. Next, let us see the definition of investment. We have included two definitions. You have to study or remember at least one among them. First definition by F. Amling. F. Amling defines investment as purchase of financial assets that produces a yield that is proportionate to the risk assumed over some future investment period. എഫ് ആംലിംഗ് നൽകുന്ന ഡെഫിനിഷൻ ഇതാണ്. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ദാറ്റ് പ്രൊഡ്യൂസസ് എ ഈൽഡ്. ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ അസറ്റ്സ് ലൈക്ക് ഓർ സെക്യൂരിറ്റീസ് എന്ന് പറയും. എക്സാമ്പിൾ ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട് എക്സെട്ര. അങ്ങനെ ഷെയർ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ബോണ്ട് പർച്ചേസ് ചെയ്യുക, അതിലൂടെ ഫ്യൂച്ചറിൽ നമുക്കൊരു ഈൽഡ് ലഭിക്കുന്നു. ഈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഇൻകം. അങ്ങനെ ഇൻകം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അസറ്റ് പർച്ചേസ് ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണേറ്റ് ടു ദ റിസ്ക്. അവിടെ ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് നമ്മൾ അവിടെ എടുക്കുന്ന അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന റിസ്കിന് ആനുപാതികമായിരിക്കണം. കാരണം ആ വരുമാനം ലഭിക്കുന്നത് സം ഫ്യൂച്ചർ പീരീഡിലായിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചർ ആയിട്ടുള്ള സമയത്താണ് നമുക്ക് ഈ വരുമാനം ലഭിക്കേണ്ടത്. അത് ലഭിക്കും എന്നുള്ളതിന് ഉറപ്പില്ല, ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യാം. അതിന് അനുസരിച്ചിട്ടായിരിക്കും ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ റിസ്ക് ഉണ്ടാകുന്നത്. അപ്പം റിസ്ക് കൂടുതലായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വരുമാനവും കൂടുതലായിരിക്കും. നേരെ മറിച്ച് റിസ്ക് കുറവുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന വരുമാനം കുറഞ്ഞിരിക്കും. അപ്പോൾ ആ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള റിസ്കിന് ആനുപാതികമായിട്ടുള്ള ഒരു വരുമാനം ലഭിക്കുന്ന ഫിനാൻഷ്യൽ അസറ്റ് പർച്ചേസ് ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് എഫ് ആംലിംഗ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒന്നുകൂടി നോക്കാം. എഫ് ആംലിംഗ് ഡിഫൈൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ആസ് purchase of financial assets that produces a yield that is proportionate to the risk assumed over some future investment period. രണ്ടാമത്തെ ഡെഫിനിഷൻ, according to Sharp, investment is sacrifice of certain present value for some uncertain future value. ഷാർപ്പ് നൽകിയിരിക്കുന്ന ഡെഫിനിഷൻ അനുസരിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ സാക്രിഫൈസ് ഓഫ് സർട്ടൺ പ്രസൻറ്റ് വാല്യൂ. ഇന്ന് നമ്മുടെ കയ്യിൽ അധികമായിട്ടുള്ള ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന പല പ്രവൃത്തികളും ത്യജിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട് സം അൺസർട്ടൺ ഫ്യൂച്ചർ വാല്യൂ, നമുക്ക് ഭാവിയിൽ ലഭിക്കാവുന്ന ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് ഉപയോഗിക്കേണ്ട ക്യാഷിൻ്റെ ഉപയോഗം ത്യജിക്കുക, ആ പ്രവൃത്തിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഷാർപ്പ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് സാക്രിഫൈസ് ഓഫ് certain present value for some uncertain future value. These are the two important definitions of investment. Next, investment decision process. A typical investment decision goes through a 5-step procedure. These steps are known as investment decision process.
അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പോൾ അതിൽ 5 മേജർ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ 5 മേജർ സ്റ്റെപ്സ് ഉൾക്കൊള്ളുന്നുണ്ട്. ആ 5 മേജർ സ്റ്റെപ്സ് ഉൾക്കൊള്ളുന്ന ആ പ്രോസസ്സിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓരോന്നായിട്ട് ഇത് നോക്കാം. ഫസ്റ്റ് പ്രോസസ് ഓർ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിഫൈനിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് ഡിഫൈൻ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ പ്രോസസ്. The objective of an investor is to make money while accepting the fact of risk involved in it. The typical objectives of an investor include future income, capital appreciation, and safety of principal. The steps of investment process also identifies the potential financial assets that may be included in the portfolio based on the investment objective. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ പ്രോസസ്സിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ എന്ത് തരം ഫ്യൂച്ചർ ഇൻകമാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഫ്യൂച്ചർ ഇൻകമാണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷനാണ്, അല്ലെങ്കിൽ സേഫ്റ്റി ഓഫ് പ്രിൻസിപ്പിളാണ് നമ്മൾ അവിടെ കാണേണ്ടത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ആൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഡിവിഡൻ്റായിട്ടും ക്യാപിറ്റൽ അപ്രീസിയേഷൻ്റെ രൂപത്തിലുമായിരിക്കും വരുമാനം നമുക്ക് ലഭിക്കുന്നത്. ഷെയർ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റാണ്. കാര്യം ഈ തരത്തിലുള്ള ഒരു വരുമാനം ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യാനുള്ള സാധ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി വളരെ കൂടുതലായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ കൂടുതൽ വരുമാനം അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും. അതേസമയം മറ്റൊരു ഇൻവെസ്റ്റർ അയാളുടെ കയ്യിലുള്ള ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സേഫ്റ്റി ഓഫ് പ്രിൻസിപ്പിളാണ്. അതായത് നമ്മുടെ മുടക്ക് മുതൽ നഷ്ടപ്പെടാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ സേഫ്റ്റി ഉണ്ട്. അങ്ങനെ സേഫ്റ്റി ഉള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള ബാങ്ക് ഡിപ്പോസിറ്റിൻ്റെ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇൻട്രസ്റ്റിൻ്റെ ശതമാനം നോക്കിക്കഴിഞ്ഞാൽ ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റിലോ മറ്റോ ചെയ്യുന്നതിനേക്കാൾ വളരെ കുറവായിരിക്കും. അങ്ങനെ ഈ റിസ്കിനെയും അതിലൂടെ ലഭിക്കാവുന്ന ഈൽഡിനെയും അനുസരിച്ചുകൊണ്ട് നമുക്ക് എത്ര വരുമാനമാണോ നമ്മളുടെ ലക്ഷ്യം എന്ന് തീരുമാനിക്കുക. അതാണ് ഡിഫൈനിങ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്. അപ്പോൾ ആ സ്റ്റെപ്പിൽ മറ്റൊരു കാര്യം കൂടി ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ദിസ് സ്റ്റെപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ് ഓൾസോ ഐഡൻറ്റിഫൈസ് ദ പൊട്ടൻഷ്യൽ ഫിനാൻഷ്യൽ അസറ്റ് ദാറ്റ് മേ ബി ഇൻക്ലൂഡഡ് ഇൻ ദ പോർട്ട്ഫോളിയോ ബേസ്ഡ് ഓൺ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്. അപ്പോൾ ഈ സ്റ്റെപ്പിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിനനുസരിച്ചിട്ടുള്ള ഏത് തരം ഫിനാൻഷ്യൽ അസറ്റിലാണ്, ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, അതല്ല ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, കയ്യിലുള്ള ക്യാഷൊക്കെ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണോ, ഇങ്ങനെ ഇത് ഏതിലാണ് ചെയ്യേണ്ടത്, എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതും ഈ സ്റ്റെപ്പിൽ ഉൾപ്പെടുന്നു. അങ്ങനെ നമ്മൾ പലതരം ഫിനാൻഷ്യൽ അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാം കൂടി ഒരു ഗ്രൂപ്പിനെയാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. പോർട്ട്ഫോളിയോ മീൻസ് കളക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ്. ഈ തരത്തിലുള്ള പോർട്ട്ഫോളിയോ
നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല തരം ഫിനാൻഷ്യൽ അസറ്റിനെ കണ്ടെത്തുക, അതും ഈ സ്റ്റെപ്പിൻ്റെ പ്രത്യേകതയാണ്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ പ്രോസസ്സിലെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഡിഫൈനിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓബ്ജക്റ്റീവ്. മെയിനായിട്ട് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, നമ്മൾക്ക് എത്ര വരുമാനം ഇതിലൂടെ ലഭിക്കണം എന്ന് തീരുമാനിക്കുകയും അതിന് സ്യൂട്ടബിളായിട്ടുള്ള ഫിനാൻഷ്യൽ അസറ്റ് കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രൊസീജിയർ കൊണ്ട്, ഫസ്റ്റ് സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഫൈനിങ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് അതായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് അനലൈസിങ് സെക്യൂരിറ്റീസ്. ഇങ്ങനെ അസറ്റ്സിന് പറയുന്ന മറ്റൊരു പേരാണ് സെക്യൂരിറ്റീസ്. ഈ സെക്യൂരിറ്റീസിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം റിസ്ക് ഇൻവോൾവ് ആണ്, ആ റിസ്കിനനുസരിച്ചിട്ട് ഏത് തരം അസറ്റിലാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിനനുസരിച്ചിട്ടുള്ള വരുമാനം ലഭിക്കാൻ സാധ്യതയുള്ളത്, ഇത് മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്ന പഠനത്തിനാണ് അനലൈസിങ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ദിസ് സ്റ്റെപ്പ് എനേബിൾസ് ഇൻവെസ്റ്റർ ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ അണ്ടർപ്രൈസ്ഡ് ആൻഡ് ഓവർപ്രൈസ്ഡ് സ്റ്റോക്ക്. അണ്ടർപ്രൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കുറവുള്ള ഫിനാൻഷ്യൽ അസറ്റും, ഓവർ പ്രൈസ്ഡ് എന്ന് പറഞ്ഞാൽ വില കൂടിയിരിക്കുന്ന ഫിനാൻഷ്യൽ അസറ്റും എന്നാണ്. റിട്ടേൺ ക്യാൻ ബി മാക്സിമൈസ്ഡ് ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ സ്റ്റോക്സ് which are currently underpriced but have the potential to increase its price. There are two approaches used for analyzing securities: fundamental analysis and technical analysis. ഇവിടെ സ്റ്റോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് സെക്യൂരിറ്റിയാണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റ്സിനെയാണ്. നമ്മൾ ഫിനാൻഷ്യൽ അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കണം, കൂടുതൽ വരുമാനം ലഭിക്കണമെങ്കിൽ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന അസറ്റ് വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയും, അല്ലെങ്കിൽ വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് വാങ്ങുകയും വില കൂടിയിരിക്കുന്ന സമയത്ത് വിൽക്കുകയും ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മുടെ വരുമാനം മാക്സിമൈസ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ അസറ്റിനെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്യുക, അതിനെയാണ് അനലൈസിങ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇത് രണ്ട് തരത്തിലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡിന് പറയുന്ന പേരാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. സെക്കൻഡ് മെത്തേഡ് ഓഫ് സെക്യൂരിറ്റി അനാലിസിസിന് പറയുന്ന പേരാണ് ടെക്നിക്കൽ അനാലിസിസ്. ഇത് വരുന്ന ചാപ്റ്ററുകളിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ പ്രോസസ്സിലെ സെക്കൻഡ് സ്റ്റെപ്പാണ് ഇപ്പോൾ പഠിച്ചത്, അനലൈസിങ് സെക്യൂരിറ്റീസ്. Third step is construct a portfolio. The actual step in the construction of a portfolio can be divided into 3 subparts. അതായത് നമ്മൾ അനലൈസ് ചെയ്ത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ അസറ്റ്സ് മനസ്സിലാക്കി ഇതിൽ എത്രത്തോളം നമ്മൾ ഓരോ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ആ പ്രോസസ്സിനെയാണ് കൺസ്ട്രക്ട് എ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഇത് 3 സബ് സ്റ്റെപ്പിലൂടെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്, ഹൗ ടു അലോക്കേറ്റ് ദ പോർട്ട്ഫോളിയോ അക്രോസ് ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസസ് സച്ച് എസ് ഇക്വിറ്റീസ്, ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ആൻഡ് റിയൽ അസറ്റ്സ്. നമ്മുടെ കയ്യിലുള്ള ക്യാഷിൻ്റെ എത്ര ശതമാനം ഓരോ പ്രോഫിറ്റബിളുമായിട്ടുള്ള അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള തീരുമാനത്തിനെയാണ് ഇവിടെ ഈ സ്റ്റെപ്പിൽ പറയുന്നത്. ഹൗ ടു അലോക്കേറ്റ് ദ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ മണി ടു ബി ഇൻവെസ്റ്റ് ഇൻ സ്പെസിഫിക് അസറ്റ് ക്ലാസ്. അതായത് എൻ്റെ കയ്യിലുള്ള ക്യാഷിൻ്റെ 50% ഞാൻ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അനദർ 25% ഞാൻ ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതുപോലെ ഒരു 25% ഓഫ് ക്യാഷ് ഐ ആം ഡിസൈഡിങ് ടു ഇൻവെസ്റ്റ് ഇൻ റിയൽ അസറ്റ്. റിയൽ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഫിസിക്കൽ അസറ്റ്. ഫിസിക്കൽ അസറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് ഗോൾഡ്, അതുപോലെ ലാൻഡ്. ഇതിനെയൊക്കെയാണ് നമ്മൾ ഫിസിക്കൽ അസറ്റ് അല്ലെങ്കിൽ റിയൽ അസറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ലാൻഡിന് സാധാരണ റിയൽ എസ്റ്റേറ്റ് എന്നാണ് പറയുന്നത്.
സോ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ 2 തരം അസറ്റ്സ് എന്ന് പറയാൻ പറ്റും. ഒന്ന് ഫിനാൻഷ്യൽ അസറ്റ്, അതിനെ സെക്യൂരിറ്റി എന്ന് പറയും. അതിന് ഉദാഹരണമാണ് ഇക്വിറ്റീസും ബോൺസും. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഷെയർ, ഇക്വിറ്റി ഷെയർസ്. സിമിലർലി ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറയുന്നതാണ് ബോൺഡ്സ്. അപ്പോൾ ഇത് രണ്ടും ഫിനാൻഷ്യൽ അസറ്റാണ്. നേരെ മറിച്ചിട്ട് ഗോൾഡ് അല്ലെങ്കിൽ ലാൻഡ് എന്നൊക്കെ പറയുന്നത് ഫിസിക്കൽ അസറ്റാണ്. അതിനെ പറയുന്ന മറ്റൊരു പേരാണ് റിയൽ അസറ്റ്. ഇങ്ങനെ ഓരോ അസറ്റ് ക്ലാസ്സിലും എത്രത്തോളം കയ്യിലുള്ള ക്യാഷിൻ്റെ എത്ര ശതമാനം ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ സബ് പ്രൊസീജിയർ ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് എ പോർട്ട്ഫോളിയോ. സെക്കൻഡ് പ്രൊസീജിയർ, സബ് പ്രൊസീജിയർ ഈസ് ദ അസറ്റ് സെലക്ഷൻ ഡിസിഷൻ. This is the step where individual assets are selected within each asset class. അപ്പോൾ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ ഞാൻ 50% ഓഫ് മണി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. ഷെയർ എന്ന് പറയുമ്പോൾ തന്നെ 100 കണക്കിന് ഷെയർസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ തന്നെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഷെയർ കണ്ടെത്തി ആ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ വി-ഗാർഡിൻ്റെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, അതല്ല മാരുതിയുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, റിലയൻസിൻ്റെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, എങ്ങനെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഷെയർ കണ്ടെത്തിയിട്ട് അതിൽ തന്നെ എത്ര ശതമാനം മണി ഇൻവെസ്റ്റ് ചെയ്യണം, അതാണ് അസറ്റ് സെലക്ഷൻ എന്ന് പറയുന്നത്. സിമിലർലി ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇങ്ങനെ ഓരോ അസറ്റ് ക്ലാസ് തിരഞ്ഞെടുക്കുക. എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അസറ്റ് ക്ലാസ്സസ് ഫിനാൻഷ്യൽ അസറ്റിൽ നിന്നും റിയൽ അസറ്റിൽ നിന്നും തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സബ് പ്രൊസീജിയർ, ദ അസറ്റ് സെലക്ഷൻ ഡിസിഷൻ. ഇതിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് execution. The final sub step is execution, where the portfolio is actually put together. ഫൈനലി നമ്മൾ നിക്ഷേപം നടത്തുക, അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള എക്സിക്യൂഷൻ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ പ്രോസസ്സാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ പ്രോസസ്സിലെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഇപ്പോൾ കണ്ടത്. ദാറ്റ് ഈസ് കൺസ്ട്രക്ഷൻ ഓഫ് എ പോർട്ട്ഫോളിയോ. Construction of a portfolio involves 3 steps: how to allocate the portfolio, and identify the asset selection, and finally execution. അതായത് എത്ര ശതമാനം മണി ഓരോ അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഇനി ഓരോ അസറ്റ് ക്ലാസ്സിലെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അസറ്റ് കണ്ടെത്തുക. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിൽ നമ്മുടെ ക്യാഷ് ഓരോ അസറ്റ് ക്ലാസ്സും പർച്ചേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ഇതാണ് കൺസ്ട്രക്ഷൻ ഓഫ് എ പോർട്ട്ഫോളിയോ. നാലാമത്തെ സ്റ്റെപ്പാണ് ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ദി പോർട്ട്ഫോളിയോ. ദ പെർഫോമൻസ് ഇവാലുവേഷൻ ഓഫ് പോർട്ട്ഫോളിയോ ഈസ് ഡൺ ഇൻ ടേംസ് ഓഫ് റിസ്ക് ആൻഡ് റിട്ടേൺ. ഇറ്റ് ഈസ് ടു ബി ഒബ്സർവ്ഡ് ദാറ്റ് വെദർ ദ പോർട്ട്ഫോളിയോ റിട്ടേൺ ഈസ് ഇൻ ലൈൻ വിത്ത് ദ റിസ്ക് ഇൻവോൾവ്ഡ്. അങ്ങനെ നമ്മൾ പോർട്ട്ഫോളിയോ എല്ലാം കൺസ്ട്രക്ട് ചെയ്ത് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കാൻ പാടില്ല. ഓവർ എ പീരീഡ് ഓഫ് ടൈം അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ വിലയിരുത്തിക്കൊണ്ടിരിക്കണം. പെർഫോമൻസ് എപ്പോഴും വിലയിരുത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അസറ്റിൻ്റെ അതിലൂടെയും ലഭിക്കുന്ന വരുമാനവും അതിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന റിസ്ക്കും ആയിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഒരു ഷെയർ പർച്ചേസ് ചെയ്യും, ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് ഷെയർ വളരെ റിസ്കി ആയത് കാരണം 20% ഞാൻ പ്രതീക്ഷിക്കുന്ന വരുമാനം. അപ്പോൾ ഓരോ വർഷവും എനിക്ക് 20% മിനിമം അതൊന്ന് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ഇവാലുവേറ്റ് ചെയ്യണം. ഇറ്റ് ഈസ് ടു ബി ഒബ്സർവ്ഡ് ദാറ്റ് വെദർ ദ പോർട്ട്ഫോളിയോ റിട്ടേൺ ഈസ് ഇൻ ലൈൻ വിത്ത് ദ റിസ്ക് ഇൻവോൾവ്. ആ റിസ്കിനനുസരിച്ചിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന വരുമാനം അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് വിലയിരുത്തുന്ന സ്റ്റെപ്പിനെയാണ് ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന റിസൾട്ട് അതിലൂടെ മനസ്സിലാക്കുന്നത് നല്ല രീതിയിൽ പ്രതീക്ഷിച്ച പോലെ വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ സ്റ്റോക്ക് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ അസറ്റിലുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ശരിയാണ്. അതല്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന വരുമാനം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അസറ്റിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ തീരുമാനം വീണ്ടും മാറ്റി വേറൊരു അസറ്റ് ക്ലാസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും.
അതാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്, ദാറ്റ് ഈസ് റിവ്യൂ ദി പോർട്ട്ഫോളിയോ. ഇറ്റ് ഇൻവോൾവ്സ് പീരിയോഡിക് റെപ്പറ്റീഷൻ ഓഫ് ദി അബവ് സ്റ്റെപ്സ്. മോളിൽ പറഞ്ഞിട്ടുള്ള 4 സ്റ്റെപ്പും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതിനെയാണ് റിവ്യൂ ദ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഞാൻ മുൻപ് പറഞ്ഞ എക്സാമ്പിൾ പോലെ നമ്മളൊരു പർട്ടിക്കുലർ കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്ത് പ്രതീക്ഷിക്കുന്ന വരുമാനം കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എഗെയിൻ വി ഹാവ് ടു സ്റ്റാർട്ട് സ്റ്റഡിങ് അനദർ ഷെയർ ഓർ അനദർ ബോണ്ട് വിച്ച് ഈസ് മോർ പ്രോഫിറ്റബിൾ ദാൻ ദ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സെല്ല് ചെയ്യുക, ആ കിട്ടുന്ന ക്യാഷ് കൂടുതൽ വരുമാനം ലഭിക്കാവുന്ന ഒരു അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. The investment objective of an investor may change over time and current portfolio may no longer be optimal for him. So the investor may form a new portfolio by selling certain securities and purchasing others that are not held in the current portfolio. അപ്പോൾ അത് കൂടാതെ ഓരോ സമയം കഴിയുന്തോറും ഈ ഇൻവെസ്റ്ററുടെ ഒബ്ജക്റ്റീവിലും മാറ്റം വരാം. അപ്പോൾ അയാളുടെ ഒബ്ജക്റ്റീവ് മാറുന്നു, അയാളുടെ ആവശ്യങ്ങൾ മാറുന്നു, അതനുസരിച്ചിട്ടുള്ള വരുമാനം ഇപ്പോൾ നടത്തിയിരിക്കുന്ന നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിലും റിവ്യൂ ദി പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന പ്രൊസീജിയറിലേക്ക് നമ്മൾ ഏർപ്പെടേണ്ടി വരും. സോ നമ്മുടെ ലക്ഷ്യത്തിൽ അനുസരിച്ചുള്ള വരുമാനം കിട്ടുന്ന പുതിയ അസറ്റുകൾ കണ്ടെത്തുകയും അതിൽ റീഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുക. അതിൽ നമ്മുടെ റിസ്ക്കും റിവാർഡും നമ്മുടെ ഒബ്ജക്റ്റീവിനനുസരിച്ചിട്ടായിരിക്കണം. ആ തരത്തിലുള്ള ഈ മുകളിൽ പറഞ്ഞ 4 പ്രൊസീജിയറും 4 സ്റ്റെപ്സും റിപ്പീറ്റഡായിട്ട് ചെയ്യുന്ന സ്റ്റേജിനെയാണ് റിവ്യൂ ദ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. സോ ടുഡേ വി സ്റ്റഡീഡ് അബൌട്ട് what is investment and what are the steps involved in the investment decision process. Basically investment decision processൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്റ്റെപ്സ് ഒന്നുകൂടി പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് is defining the investment objective. Second is analyzing the securities. Third is construct a portfolio. Fourth, evaluate the performance of portfolio. And fifth step is review the portfolio. So with this we conclude today's class. Thank you.